السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ വളരെ ഷറഫാക്കപ്പെട്ട, വളരെ ശ്രേഷ്ഠതകൾ നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളിലും സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലും പാടി പറയുമ്പോഴും നമ്മളും അതിൽ പങ്കാളിയാകണം, നമുക്കും അതിൽ ഒരു ഇടം പിടിക്കണമെന്നർത്ഥത്തിൽ ഈ ഗ്രൂപ്പിലൂടെ ഒരു മൗലിദിൻ്റെ പഠനം എന്നർത്ഥത്തിൽ നമ്മൾ തിരഞ്ഞെടുത്ത ഒരു മൗലിദാണ് മംഗൂസ് മൗലിദ്. ഈ മൗലിദ് ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്തൂം അവർ രചിച്ച ഒരു മൗലിദ് ഗ്രന്ഥമാണ് നമുക്കൊക്കെ പരിചയമുള്ള മൗലിദുൽ മംഗൂസ് എന്ന് പറഞ്ഞാൽ, മംഗൂസ് എന്ന് പറയുമ്പോൾ ചുരുക്കപ്പെട്ടത് അല്ലെങ്കിൽ നിക്ഷേപിച്ചത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറയുമ്പോൾ ധാരാളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനകൾ എഴുതപ്പെട്ട, രചിക്കപ്പെട്ട ധാരാളം കഴിഞ്ഞുപോയ മഹാരഥന്മാർ, ഇമാം ഗസാലി റഹിമഹുല്ലാ അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാരുടെ മുത്തുനബിയുടെ മദ്ഹ് കീർത്തനങ്ങൾ എഴുതപ്പെട്ട കിതാബുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചില വരികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മഖ്ദൂമ് തങ്ങൾ ഈ മംഗൂസ് മൗലിദ് രചിക്കുന്നത്. ഇത് രചിക്കാനുള്ള കാരണം, പൊന്നാനി എന്നുള്ള ആ നാട്ടിൽ കാലറ എന്ന പേരിൽ പല നാട്ടിലും പല രൂപത്തിൽ പറയുന്നുണ്ടെങ്കിലും ആ ഒരു രോഗം ആ നാട്ടിൽ മൊത്തമായി പടർന്നപ്പോൾ അതിലേക്കുള്ള ശമനം, ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണം, ആ രോഗം ഒന്നിവിടെ നിലച്ചു പോകണം എന്നർത്ഥത്തിൽ മഖ്ദൂമ് തങ്ങൾ രചിച്ച ഒരു രചനയാണ് മംഗൂസ് മൗലിദ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾക്കും നമ്മുടെ രോഗങ്ങൾക്കും നമ്മുടെ ദുരന്തങ്ങൾക്കും നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കും നമ്മുടെ ഇടങ്ങേറുകൾക്കൊക്കെ വലിയ പരിഹാരമാണ് എന്നുള്ള ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിയ അസ്ലുൽ അസീൽ, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഏതൊരടിസ്ഥാനമുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്താണ്. തങ്ങളുടെ മഹബ്ബത്തിലൂടെയാണ് വിജയിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെ അവർക്ക് പ്രയാസം വരുമ്പോൾ, അവർക്ക് രോഗം വരുമ്പോൾ അതിലൊക്കെ അവർ പരിഹാരം കണ്ടെത്തിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയായിരുന്നു. അതുകൊണ്ടാണ് ഇമാം ഷറഫുദ്ദീനുൽ ബൂസൂരി റഹിമഹുല്ലാ അവിടത്തേക്കൊരു ഭാഗം തളർച്ച വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കണ്ടെത്തിയ പരിഹാരം ഖസീദത്തുൽ ബുർദ ആയിരുന്നു. ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ അവർക്കുള്ള രോഗം വരുമ്പോൾ മുത്തുനബിയുടെ മദ്ഹ് പാടിയിട്ട് അതിൽ ലയിച്ചു പോയിട്ട് രോഗം തന്നെ മറന്നുപോയ എത്രയോ ആളുകളുണ്ടായിരുന്നു. അതുപോലെയാണ് ഈ ഒരു കിതാബിൻ്റെ രചന നടന്നത് എന്ന് ഉസ്താദുമാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൽ മംഗൂസ് മൗലിദിനെ കുറിച്ച് ഒരു ചെറിയ പഠനം എന്നർത്ഥത്തിൽ തുടങ്ങിവെച്ച ഈ ഒരു ക്ലാസ് പദ്ധതി അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് വിജയിക്കാൻ കഴിയുക. തങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ വിജയവും നമ്മുടെ ഈമാനികമായ ഉയർച്ചക്കുള്ള കാരണം. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹ്, മുത്തുനബിയോട് മഹബ്ബത്തില്ലാത്തവൻ്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ഈ ആശയത്തിലുള്ള ധാരാളം ഹദീസുകൾ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ മുത്തുനബിയുടെ മഹബ്ബത്ത് നമുക്ക് കിട്ടണം. ഒമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ ആരെങ്കിലും
മഹബത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. തങ്ങളുടെ മഹബത്തിലൂടെയാണ്, തങ്ങളുടെ സ്നേഹത്തിലൂടെയാണ്, തങ്ങളുടെ ചര്യയിലൂടെയാണ് ഒരാൾക്ക് വിജയിക്കാൻ കഴിയുക എന്നുള്ളത് ലോകം തന്നെ അറിഞ്ഞ ഒരു സത്യം ആണ്. അതുകൊണ്ട് മുത്തുനബിയുടെ മഹബത്തിലൂടെയും മുത്തുനബിയുടെ സ്നേഹത്തിലൂടെയും അവിടുത്തെ ചര്യയിലൂടെയാണ് നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടുപോകേണ്ടത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിയിട്ടുള്ള, അവിടത്തെ പിന്തുടർന്നുകൊണ്ടുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത്. അത്തിയുല്ലാഹ വർ റസൂൽ, അള്ളാഹുവിനെയും അവൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് പിൻപറ്റി ജീവിക്കേണ്ടത്. അവിടെയാണ് യഥാർത്ഥ മുഅ്മിനായി മാറുന്നത്. എല്ലാ ആളുകളും, ലോകത്തിൽ വന്ന എല്ലാ അമ്പിയാക്കളും, ലോകത്തിൽ വന്ന എല്ലാ ഔലിയാക്കളും, അവർക്കൊക്കെ ഈ നുബുവത്തിൻ്റെയും വിലായത്തിൻ്റെയും പദവി ലഭിച്ചത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. തങ്ങളെ ബന്ധപ്പെടുത്താതെ, തങ്ങളുമായി ബന്ധപ്പെടാതെ ഒരാൾക്കും വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തുനബിക്ക് അത്രയ്ക്കും വലിയ സ്ഥാനവും അത്രയ്ക്കും വലിയ ദർജയും അള്ളാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് എവിടെ പറഞ്ഞാലും മുത്തുനബിയെക്കുറിച്ച് അവൻ പറയും. എത്രത്തോളം എന്ന് വെച്ചാൽ, നിസ്കാരത്തിൽ അല്ലാഹു അല്ലാത്ത ഒരാളുമായി സംഭാഷണം നടത്തിയാൽ, അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്ത മറ്റൊരാളിലേക്കുള്ള സൂചന നിസ്കാരത്തിൽ വന്നാൽ അവൻ്റെ നിസ്കാരം സ്വഹീഹാവുകയില്ല. ആ കണിശത പാലിക്കേണ്ട ആ നിസ്കാരത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് മുത്തുനബിയിലേക്ക് അർപ്പിച്ചുകൊണ്ട് പറയുന്ന ആ സ്വലാത്ത്, അള്ളാഹുവിനെ മുനാജാത്ത് നടത്തുന്ന നിസ്കാരത്തിൽ പോലും റബ്ബിൻ്റെ കൽപ്പന വന്നിട്ടുണ്ടെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സ്ഥാനം എത്ര വലുതാണ് എന്നുള്ളത് നമുക്കതിൽ നിന്നൊക്കെ പഠിക്കാൻ കഴിയും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ മഹബത്ത് ലഭിക്കുന്ന, അവിടുത്തെ ഇഷ്ക് ലഭിക്കുന്ന, അവിടുത്തെ കൂടെ സ്വർഗത്തിൽ കൂടുന്ന അഹ്ലുകാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മങ്കൂസ് മൗലിദിൻ്റെ ക്ലാസ്, അതിൻ്റെ വിഷയങ്ങളും പഠനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് തുടങ്ങാം. ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയുൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അർത്ഥങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.